ഫലസ്തീനിലെ മക്കള് വിഷമിച്ചു കൊണ്ടിരുന്നപ്പം മുഴുവണ്ണത്തിനെയും കൊന്നുകളയണമെന്ന് പറഞ്ഞ ഒരു നടന്റെ വീട്, ഒരു സിനിമാ സംവിധായകന്റെ വീട് തീയങ്ങെടുത്തപ്പോ കഴിഞ്ഞ ദിവസം ആ മനുഷ്യൻ വാവിട്ട് കരയാൻ. കോടിക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി മാറിയപ്പോൾ പോലും മനസ്സിനലിവില്ലാതെ വന്ന ആ മനുഷ്യന്റെ സ്വന്തം വീട് തീ തുപ്പിയപ്പോ, തീയങ്ങ് കരിച്ചു കളഞ്ഞപ്പോ വാവിട്ട് കരയുകയാണ്. മനുഷ്യരല്ലേ എല്ലാവരും? നമുക്കൊക്കെ വികാരം ഒന്നല്ലേ, വേദനയും ഒന്നല്ലേ? പറയാൻ പാടുണ്ടായിരുന്നോ? ആ മനുഷ്യന് തന്നെ അല്ലാഹു അത് കൊണ്ടുകൊടുത്തു. ലോകം അത് കണ്ടു. സോഷ്യൽ മീഡിയ നമ്മൾ പറയും എയറിലാണെന്ന് പറയും അല്ലേ? ആ മനുഷ്യനെ ഇട്ട് പൊരിക്കുകയാണ്. കാരണം ആ മനുഷ്യനാ പറഞ്ഞത്, ബോംബുകൾ വന്ന് വീണപ്പോ ഫലസ്തീനികളെ മുഴുവൻ കൊല്ലേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാഠം പഠിപ്പിച്ചു കൊടുത്തു. സ്വന്തം വീടും കത്തിക്കരഞ്ഞപ്പോ ഇപ്പൊ വാവിട്ട് കരയാ. നോക്കേണമേ, മുഅ്മിനത് വിഷയമല്ല. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് പ്രയാസങ്ങൾ നിസ്സാരം. എന്തേ? ഈ ലോകമല്ല, അടുത്തൊരു ലോകത്തേക്ക് സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കർമ്മങ്ങൾക്ക് റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ആലോചനകൾ പോലും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ ചിന്തകളും ഇതിനെക്കുറിച്ചെല്ലാം നാളെ ചോദ്യമുണ്ട് എന്ന് പറയുന്നൊരു സംവിധാനമാണ് ഇസ്ലാം. നമ്മൾ ഉത്തരവാദിത്തോടെ സംസാരിക്കാൻ പറ്റൂ. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ ആരെയും വേദനിപ്പിച്ചുകൂടാ, ആരെയും വിഷമിപ്പിച്ചുകൂടാ. കാരണം റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകും മിനൽ മുംതരീൻ.